വീണ്ടും എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോസും കാണാത്ത ആളുകളുണ്ടെങ്കിൽ പോയി കാണേണ്ടതാണ്. അതായത് 2019 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 20ഓളം ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ 21 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന ഓരോ ആർട്ടിക്കിൾ അല്ലെങ്കിൽ IPC ആണെങ്കിൽ ഏത് വകുപ്പാണ് അത് കൃത്യമായിട്ട് അതിന്റെ നോട്ട് ഒരു മാർക്ക് ചെയ്തതിനു ശേഷം അത് പിന്നീട് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതാണ്. കാരണം ഈ ചോദിച്ച് ഇതേ ചോദ്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ ഒരു വകുപ്പിലോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ചോദ്യങ്ങളായിരിക്കും ചോദിക്കാൻ സാധ്യത. അപ്പൊ പർട്ടിക്കുലർ ആയിട്ടുള്ള ആർട്ടിക്കിൾ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റ് വാങ്ങിച്ചിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ വാങ്ങിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേർന്നിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചേരേണ്ടതാണ്. അവിടെ എല്ലാ ദിവസവും ഒരു 10 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ മോക്ക് ടെസ്റ്റിനായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ തരത്തിലാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതെന്ന്. അപ്പൊ നമുക്ക് നേരെ 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ടു ദി ലോക്സഭ ആൻഡ് രാജ്യസഭ. അതായത് പ്രസിഡന്റ് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 12. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 14 പേരെയാണ് പ്രസിഡന്റ് രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും കൂടി നോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോ പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ലോക്സഭ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ആർട്ടിക്കിളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞാണ്. നിങ്ങൾ ആ ആർട്ടിക്കിൾ കൃത്യമായിട്ട് തന്നെ വായിക്കണം. അതായത് പാർലമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ക്ലിയർ ആയിട്ട് തന്നെ റീഡ് ചെയ്തെങ്കിൽ മാത്രമേ അവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതുകൊണ്ട് അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ എംപിമാർ ആരൊക്കെയാണ്, ലോക്സഭ എംപിമാർ ആരൊക്കെയാണ്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. അവരുടെ മണ്ഡലവും പറ്റിയാൽ നിങ്ങളത് പഠിച്ചു വെക്കാം. കാരണം ഞാനൊക്കെ എൻട്രൻസ് എഴുതുന്ന സമയത്ത് ചോദിച്ചൊരു ചോദ്യമാണ് ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലം ഏതാണെന്നുള്ളത്. അന്നത്തെ കാലത്ത് ചോദിച്ചാണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചോദ്യം വരാം. അപ്പോൾ അത്രയും ഒരു നോളജ് നമ്മൾ മനസ്സിലാക്കി വെക്കും. കുറച്ച് പേരേ ഉള്ളൂ. ലോക്സഭയിലൊക്കെ 10-20 പേരുടെ പേരേ ഉള്ളൂ. രാജ്യസഭയിലേക്കും കുറച്ച് ആളുകളേ ഉള്ളൂ. നമുക്കിനി 22ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹു അഡ്മിനിസ്ട്രേറ്റ്സ് ദ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബിഫോർ ഹി എന്റേഴ്സ് അപ്പോൺ ദ ഓഫീസ്. അതായത് പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓത്ത് ചൊല്ലി കൊടുക്കുന്ന ആരാണെന്നാണ് ചോദ്യം. സാധാരണ നമുക്കറിയാം പ്രസിഡന്റ് ആണ് എല്ലാവർക്കും ഓത്ത് ചൊല്ലി കൊടുക്കുന്നത്. ഇവിടെ പ്രസിഡന്റിന് ആരാണ് ഓത്ത് ചൊല്ലി കൊടുക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ബി സ്പീക്കർ, ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ്, ഓപ്ഷൻ ഡി പ്രൈം മിനിസ്റ്റർ. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. ചീഫ് ജസ്റ്റിസ് ആണ് പ്രസിഡന്റിന് ഓത്ത് ചൊല്ലി കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രസിഡന്റിന് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പ്രസിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ വായിക്കേണ്ടതാണ്. അപ്പൊ പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്. ആർട്ടിക്കിൾ 52 മുതലാണ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത്. പ്രസിഡന്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന രീതി, അദ്ദേഹത്തിന്റെ ഡ്യൂറേഷൻ, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, ഏജ് ക്രൈറ്റീരിയ, ഈ വക കാര്യങ്ങളെല്ലാം 52 മുതലുള്ള ആർട്ടിക്കിളിൽ പറയുന്നു. നിങ്ങൾ വെറും ഇങ്ങനെ എവിടെന്നെങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ടെക്സ്റ്റ് മാത്രം വായിക്കാതെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ തന്നെ അത് ആ പറയുന്ന ആർട്ടിക്കിൾ വായിച്ച് നിങ്ങൾ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എക്സാമിന്റെ സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് അത് ഓർമ്മയിൽ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഇന്ത്യൻ ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്നത് എത്രയാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതി ജഡ്ജിമാര്, അവരെ കുറിച്ചൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 124. അതും നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ നോക്കേണ്ടതാണ്. നമുക്ക് 23ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെന്റ് ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് എ മിനിസ്റ്റർ ബൈ ദ പ്രസിഡന്റ് ഫോർ. അതായത് പാർലമെന്റിൽ മെമ്പർ അല്ലാത്ത ഒരാളെ മന്ത്രിയായിട്ട് നിയമിക്കുകയാണ്. അതായത് പാർലമെന്റിൽ മെമ്പർ അല്ലാത്ത ഒരാളെ മന്ത്രിയായിട്ട് നിയമിക്കുകയാണ് പ്രസിഡന്റ്. അപ്പൊ അങ്ങനെ നിയമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാലാവധി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ഈ എംപിമാരെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അവിടുന്ന് അവിടെ ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് പ്രൈം മിനിസ്റ്റർ ആവുന്നു. പ്രൈം മിനിസ്റ്റർ ആ കൂട്ടത്തിൽ നിന്നുള്ള മന്ത്രിമാരെ ക്യാബിനറ്റിലേക്ക് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ തെരഞ്ഞെടുക്കുന്നു. ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ എംപിമാരായിട്ട് വരുന്ന ആളുകൾ. ചില സാഹചര്യങ്ങളിൽ MP അല്ലാത്ത ആളെ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആക്കാറുണ്ട്. അങ്ങനെ മന്ത്രിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു 6 മാസത്തെ കാലാവധിയാണ് കൊടുക്കുക. ഈ 6 മാസത്തെ കാലാവധിക്കുള്ളിൽ അവർ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് കയറുക. ഇപ്പൊ നമ്മൾ ബംഗാളിൽ തന്നെ കണ്ടാണ്. അവിടെ മുഖ്യമന്ത്രി മമതാ ബാനർജി നന്ദിഗ്രാമിൽ നിന്നിട്ട് തോറ്റെങ്കിൽ അവർ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, ഇല്ലേ? അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തു. അവർക്ക് ഒരു 6 മാസത്തെ കാലാവധി കൊടുക്കും. അപ്പോൾ 6 മാസത്തിനുള്ളിൽ ബംഗാളിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നിട്ട് അവര് ജയിച്ചാൽ മതി. അപ്പൊ ആ ഒരു പീരീഡ് അവർക്ക് കൊടുക്കും. അപ്പൊ MP അല്ലാത്ത ആള് അല്ലെങ്കിൽ MLA അല്ലാത്ത ആളെ മന്ത്രിയാക്കാൻ സാധിക്കും. മന്ത്രിയാക്കി കഴിഞ്ഞാൽ 6 മാസത്തെ പീരീഡ് ആണുള്ളത്. ആ 6 മാസത്തിനുള്ളിൽ അവർ മറ്റേതെങ്കിലും മണ്ഡലത്തിൽ നിന്നിട്ട് ജയിക്കണം.
മനസ്സിലായില്ലേ? അങ്ങനെ ജയിച്ചെങ്കിൽ മാത്രമേ പിന്നീട് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ 6 മാസത്തെ പീരീഡ് ആണ് MP അല്ലാത്ത ആളുകൾ, MLA അല്ലാത്തവർക്കൊക്കെ അവിടെ മന്ത്രി കസേരയിൽ ഇരിക്കാനുള്ളൊരു സമയപരിധി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 23D ആണ്, 6 മാസമാണ്. ഓക്കെ. ഇനി 24ാമത്തെ ചോദ്യം, ദി പ്രസിഡന്റ് നോമിനേറ്റ്സ് 12 മെമ്പേഴ്സ് ഓഫ് ദ രാജ്യസഭ അക്കോർഡിംഗ് ടു, അതായത് പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വന്നതാണ്, എത്ര പേരെയാണ് പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നുള്ളത്? 12 പേരെ. അപ്പൊ ഈ 12 പേരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നോമിനേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ദെയർ പെർഫോമൻസ് ആസ് ഓഫീസ് ബിയേഴ്സ് ഓഫ് കൾച്ചറൽ സൊസൈറ്റീസ്. കൾച്ചറൽ സൊസൈറ്റിയിൽ അവരുടെ പെർഫോമൻസിനെ ബേസ് ചെയ്താണോ നോമിനേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി, ദി റെക്കമെൻഡേഷൻസ് മെയ്ഡ് ബൈ ദ വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി, ദെയർ റോൾ പ്ലേഡ് ഇൻ പൊളിറ്റിക്കൽ സെറ്റപ്പ് ഓഫ് ദ കൺട്രി. രാജ്യത്ത് അവരുടെ രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെയൊക്കെ മാനദണ്ഡമാക്കിയാണ് അവരെ നോമിനേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി, ദെയർ ഡിസ്റ്റിങ്ഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സർവീസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് സയൻസ്, ശാസ്ത്രം, കല, സാഹിത്യം, സോഷ്യൽ സർവീസ്, ഈ മേഖലയിൽ നിന്നുള്ള ആളുകളെ പ്രത്യേകം തന്നെ തെരഞ്ഞെടുത്തിട്ടാണ് എന്താക്കുന്നത്, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കുറെ പേരൊക്കെ, സച്ചിനെ, അങ്ങനെ കുറെ പേരൊക്കെ അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞെടുത്തിട്ട് രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യും. അപ്പൊ രാജ്യസഭയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ അത് ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ വായിക്കേണ്ടതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, രാജ്യസഭ, ലോക്സഭ, ഇവിടെയുള്ള മെമ്പർമാര് ഇവരെ തെരഞ്ഞെടുക്കുന്ന രീതി, ഇതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ വായിച്ചെങ്കിൽ മാത്രമേ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് പറയാൻ സാധിക്കൂ. ഇനി 25ാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു അപ്പോയിന്റ് എ കമ്മീഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ കണ്ടീഷൻസ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ് ഇൻ ജനറൽ ആൻഡ് സജസ്റ്റ് അമലറേറ്റീവ് മെഷേഴ്സ്. അതായത് ബാക്ക്വേർഡ് ക്ലാസസിന്റെ സാമൂഹ്യ പരിസ്ഥിതിയൊക്കെ ഒന്ന് അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 342, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 344, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 340, ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 339. ഇത് കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള നോളജ് ആണ്. കുറച്ചുകൂടെ നമ്മൾ ആധികാരികമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ച് അതിന്റെ ആർട്ടിക്കിളൊക്കെ ബൈഹാർട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. ബാക്ക്വേർഡ് ക്ലാസിന്റെ കണ്ടീഷൻസ് ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കമ്മീഷനെ പ്രസിഡന്റിന് അപ്പോയിന്റ് ചെയ്യാം. അപ്പൊ അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാം. നമ്മളല്ലാണെങ്കിൽ അവിടെ ഒരു ഗസ്സിംഗ് നടത്തി ആൻസർ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. മാക്സിമം നമുക്ക് ഒരു 100% അല്ലെങ്കിൽ ഒരു 80% നമുക്ക് അറിയാവുന്ന ആൻസർ മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരും. അപ്പൊ ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന് നല്ല രീതിയിൽ അറിയാം, ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കുക. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ആർട്ടിക്കിൾ 340 ആണ്. ആർട്ടിക്കിൾ 340 ബാക്ക്വേർഡ് ക്ലാസ്സിൽ ഒരു ഏജൻസിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ ഡീപ്പാണ്. വായിക്കേണ്ടവർക്ക് അതൊക്കെ ഒന്ന് വായിക്കാം. 340 എന്താണ്, 41, 42 ഇതൊക്കെ പഠിച്ചാലും ബൈഹാർട്ട് പഠിച്ചാലും വെക്കേണ്ടി വരും. അവിടെ നിന്നൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 26ാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്? ഓപ്ഷൻ എ വൈസ് പ്രസിഡന്റ്, ഓപ്ഷൻ ബി ലീഡർ ഓഫ് ദി ഒപ്പോസിഷൻ, ഓപ്ഷൻ സി പ്രസിഡന്റ്, ഓപ്ഷൻ ഡി സ്പീക്കർ. അപ്പൊ എന്താണ് ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് ആദ്യം മനസ്സിലാക്കണം. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയാണ്. അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയാണ്. അപ്പൊ രാജ്യസഭയ്ക്ക് അപ്പർ ഹൗസ് എന്നും പറയും, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നും പറയും. അപ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അതായത് രാജ്യസഭയുടെ സിറ്റിംഗിൽ അല്ലെങ്കിൽ അവിടുത്തെ ചെയർമാൻ ആരാണ്? എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ഓപ്ഷൻ എ വൈസ് പ്രസിഡന്റ് ആണ്. ഓക്കെ. ലോക്സഭയിലാണ് സ്പീക്കറാണ് അവിടുത്തെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. ലോക്സഭയിൽ. രാജ്യസഭയിൽ ഒരു പേരാണ്, വൈസ് പ്രസിഡന്റ് ആണ് അവിടുത്തെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. രാജ്യസഭയിലും ലോക്സഭയിലും ഒരുപോലെ സിറ്റിംഗ് നടത്താൻ പറ്റുന്ന ആർക്കാണ്? ഇതും ഇതേ ഇയറിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ആർക്കാണ്? സ്പീക്കറാണ്. ലോക്സഭ സ്പീക്കർക്കാണ് രണ്ടിടത്തും ഇരിക്കാൻ അധികാരമുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭ ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതേ വർഷം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് നോക്കിക്കോണം ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചത്. കഴിഞ്ഞ 2 വീഡിയോസ് നിങ്ങളൊന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ലോക്സഭ, രാജ്യസഭ നല്ല പച്ചവെള്ളം പോലെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ചോദ്യങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട്. 27ാമത്തെ ചോദ്യം, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ പ്രസിഡന്റ്സ് റൂൾ പ്രൊമൾഗേറ്റഡ് ഓൺ എനി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം നടപ്പിലാക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 326, ഓപ്ഷൻ ബി 370, ഓപ്ഷൻ സി 380, ഓപ്ഷൻ ഡി 356. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 356.
അതായത് എമർജൻസി സിറ്റുവേഷനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗമാണ്. എത്ര തരത്തിലുള്ള എമർജൻസി ഉണ്ട്? 3 തരത്തിലുള്ള എമർജൻസിയാണ് ഉള്ളത്. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. സ്റ്റേറ്റ് എമർജൻസി വരുമ്പോൾ വേണമെങ്കിൽ ഒരു പ്രസിഡൻഷ്യൽ റൂൾ നമുക്ക് അവിടെ വരുത്താം, അല്ലെ? അത് ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ഓപ്ഷൻ ഡി 356. അപ്പൊ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്? അവിടെ പാർലമെന്റിന്റെ സെഷൻ എങ്ങനെയാണ് നടത്തുന്നത്? അപ്പൊ സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അരക്ഷിതാവസ്ഥ, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രസിഡൻഷ്യൽ റൂള് ഏർപ്പെടുത്തുന്ന ഒരു സ്ഥിതി, സ്റ്റേറ്റ് എമർജൻസി. അതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ 352 ആർട്ടിക്കിൾ മുതൽ 360 വരെയുള്ള ആർട്ടിക്കിളിലാണ് പറയുന്നത്. അത് നല്ല രീതിയിൽ തന്നെ വായിച്ചിട്ട് വേണം പോകാനായിട്ട്. എമർജൻസി സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും മസ്റ്റാണ്. ഒന്നല്ല, ഇപ്പം 2-3ാമത്തെ ചോദ്യമാണ് ഇപ്പൊ ചോദിക്കുന്നത്, എമർജൻസി സിറ്റുവേഷൻ ആ ഒരു ഭാഗത്തുനിന്ന്. അപ്പൊ ആർട്ടിക്കിൾ 352 മുതൽ ആർട്ടിക്കിൾ 360 വരെ നിങ്ങൾ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വേറെ ആക്ട് എടുത്ത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് തോന്നുന്ന പോയിന്റുകൾ നിങ്ങൾ തന്നെ അത് മാർക്ക് ചെയ്യും. എങ്കിൽ മാത്രമേ നമ്മളിത് പഠിക്കുള്ളൂ. ഓക്കെ, ഇപ്പൊ വായിച്ചു പോവാം. എക്സാമിന്റെ അടുക്കുന്നോറും നമ്മൾ വീണ്ടും അതൊന്നെടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും, നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത മോക്ക് ടെസ്റ്റിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെമ്മറി റീഫ്രഷ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ഒരു തവണ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു മോക്ക് ടെസ്റ്റ് ആ ഗ്രൂപ്പിലുണ്ടാവും. നമ്മൾ എക്സാമിന്റെ തലേദിവസം അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഓടിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിൽക്കും. അപ്പൊ ആ രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. 28ാമത്തെ ചോദ്യം, ദ മിനിമം ഏജ് റിക്വയർഡ് ഫോർ ബിക്കമിംഗ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ്. പ്രൈം മിനിസ്റ്റർ ആവാനുള്ള മിനിമം ഏജ് റിക്വയർമെന്റ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 30 വയസ്സ്, ഓപ്ഷൻ ബി 35 വയസ്സ്, ഓപ്ഷൻ സി 40 വയസ്സ്, ഓപ്ഷൻ ഡി 25 വയസ്സ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 25 വയസ്സാണ് പ്രൈം മിനിസ്റ്റർ ആവാനുള്ള ഏജ് ക്രൈറ്റീരിയ. പ്രസിഡന്റ് ആവാനുള്ള ഏജ് ക്രൈറ്റീരിയ എത്രയാണ്? 35 വയസ്സാണ്. പ്രൈം മിനിസ്റ്റർ ആവാനുള്ള ഏജ് ക്രൈറ്റീരിയ 25 വയസ്സാണ്. ഈ ഏജ് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഓർക്കണം. ഏറ്റവും മിനിമം ഏജ് ആണ് പ്രസിഡന്റ് ആവാനും പ്രൈം മിനിസ്റ്റർ ആവാനുമുള്ള ഇത് പറയുന്നത്. അപ്പൊ പാർലമെന്റ് എന്നുള്ള ഭാഗത്ത് പ്രസിഡന്റിന്റെയും അല്ലെങ്കിൽ പാർലമെന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ആ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. അവിടെ നിന്നാണ് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. 29ാമത്തെ ചോദ്യം, ദ പ്രസിഡന്റ് ക്യാൻ മേക്ക് ലോസ് ത്രൂ ഓർഡിനൻസ്. അതായത് പ്രസിഡന്റിന് എപ്പോഴാണ് നിയമങ്ങൾ ഓർഡിനൻസ് ത്രൂ പുറത്തിറക്കാൻ സാധിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓൺലി ഓൺ സബ്ജക്ട്സ് കണ്ടെയ്ൻ ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്. ഓപ്ഷൻ എയിൽ എന്താണ് പറയുന്നത്? ഓൺലി ഓൺ സബ്ജക്ട്സ് കണ്ടെയ്ൻ ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്. എന്താണ് കൺകറന്റ് ലിസ്റ്റ്? ഒരിടയ്ക്ക് ശോഭാ സുരേന്ദ്രനോട് ചോദിച്ചു കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ലിസ്റ്റുകളാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളെയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന മേഖലയിൽ കേന്ദ്ര സർക്കാരിന് നിയമങ്ങൾ ഉണ്ടാക്കാം. ഇപ്പൊ പെട്രോളിയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഷിപ്പിംഗ്, അങ്ങനെ പ്രധാനപ്പെട്ട മേഖലകൾ കേന്ദ്ര സർക്കാരിന് നിയമങ്ങൾ ഉണ്ടാക്കാം. രണ്ടാമത് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സംസ്ഥാന ഗവൺമെന്റിന് മാത്രം നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന പ്രധാന മേഖലകൾ. അവിടെ കയറി കേന്ദ്രവും കൈകടത്തത്തില്ല, കേന്ദ്രത്തിന്റെ മേഖലയിൽ കയറി സ്റ്റേറ്റും കൈകടത്തത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു പോയിരുന്നത്, അല്ലെ? നമ്മൾ ചിന്തിക്കാറുണ്ട് സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയുണ്ട്, കേന്ദ്രത്തിന് പ്രധാനമന്ത്രിയുണ്ട്. അപ്പൊ ഇവർ രണ്ടും കൂടിയാണോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? ഇവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഭരണഘടനയിൽ ഇത്തരത്തില് ലിസ്റ്റുകൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനോട് പറയാം നിങ്ങൾ ഈ ഇന്ന മേഖലയിൽ മാത്രമേ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് യൂണിയൻ ലിസ്റ്റ്. സംസ്ഥാന സർക്കാരുകൾ ഇന്ന മേഖലകളിൽ മാത്രമേ നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇത് സ്റ്റേറ്റ് ലിസ്റ്റ്. ഇനി 3ാമത്തെ ലിസ്റ്റാണ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകൾ ഉൾപ്പെടുത്തിയതാണ് ഈ കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഓപ്ഷൻ എയിൽ പറയുന്നത് ഓൺലി ഓൺ സബ്ജക്ട്സ് കണ്ടെയ്ൻ ഇൻ ദ കൺകറന്റ് ലിസ്റ്റ്. അതായത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് പ്രസിഡന്റിന് നിയമങ്ങൾ ഓർഡിനൻസ് ആയിട്ട് ഇറക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഓക്കെ, ഓപ്ഷൻ ബി അണ്ടർ നോ സർക്കംസ്റ്റാൻസസ്. ഒരു സ്ഥലത്തും ഒരു സാഹചര്യത്തിലും പ്രസിഡന്റ് അങ്ങനെ ഒരു ഓർഡിനൻസ് ഇറക്കാൻ സാധിക്കില്ലെന്ന് ഓപ്ഷൻ ബി പറയുന്നു. ഓപ്ഷൻ സി പറയുന്നത് ഓൺ സർട്ടൻ സബ്ജക്ട്സ് ഈവൻ വെൻ പാർലമെന്റ് ഈസ് ഇൻ സെഷൻ. ചില പ്രത്യേക സബ്ജക്റ്റുകളിൽ പാർലമെന്റ് കൂടുന്ന വേളകളിൽ പ്രസിഡന്റിന് ഓർഡിനൻസ് ഉണ്ടാക്കാം. ഓപ്ഷൻ ഡി ഡ്യൂറിംഗ് ദ റിസസ് ഓഫ് ദ പാർലമെന്റ്. ഡ്യൂറിംഗ് ദ റിസസ് ഓഫ് ദ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് സെഷനിൽ ഇല്ലാത്ത സമയത്ത്, പാർലമെന്റ് കൂടാത്ത സമയങ്ങളിൽ പ്രസിഡന്റിന് ഇങ്ങനെ ഓർഡിനൻസ് ആയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്നു. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഏത് ആർട്ടിക്കിളിലാണ് പ്രസിഡന്റിന് ഓർഡിനൻസ് ആയിട്ട് നിയമങ്ങളൊക്കെ ഇറക്കാനുള്ള അധികാരം കൊടുക്കുന്ന പ്രൊവിഷൻ നമ്മൾ നോക്കണം. ആർട്ടിക്കിൾ 123 പറയുന്നത്. നമുക്ക് ആർട്ടിക്കിൾ 123 ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. പവർ ഓഫ് പ്രസിഡന്റ് ടു പ്രൊമൾഗേറ്റ് ഓർഡിനൻസ് ഡ്യൂറിംഗ് റിസസ് ഓഫ് പാർലമെന്റ്. എന്റെ ഹെഡിങ് തന്നെ പറയുന്നുണ്ട് കാര്യം. ഓക്കെ, ഒന്നാമത് ഇഫ് അറ്റ് എനി ടൈം, ഏത് സമയത്തും, എക്സെപ്റ്റ് വെൻ ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് ആർ ഇൻ സെഷൻ. അതായത് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ് സെഷനിൽ അല്ലാത്ത സമയത്ത്, രാജ്യസഭയും ലോക്സഭയും കൂടാത്ത സമയത്ത്, ദ പ്രസിഡന്റ് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് സർക്കംസ്റ്റാൻസസ് എക്സിസ്റ്റ് വെൻ റെൻഡർ ഇറ്റ് നെസസറി.
ഒരു സാഹചര്യം, അടിയന്തര സാഹചര്യം ഉണ്ടായി, ഇപ്പൊ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു അടിയന്തര സാഹചര്യം കൂടെ അവിടെ ഉണ്ടാവണം. അതായത് രാജ്യസഭയും ലോക്സഭയും അവിടെ കൂടുന്നില്ല, എന്നാൽ ഈ അടിയന്തര സാഹചര്യത്തിൽ ഒരു നിയമം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫോർ ഹിം ടു ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ, എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം. ഹി മേ പ്രൊമൾഗേറ്റ് സച്ച് ഓർഡിനൻസ് ആസ് ദ സർക്കംസ്റ്റൻസസ് അപ്പിയർ ടു ഹിം ടു റിക്വയർ. ആ ഒരു സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഓർഡിനൻസ് ഇറക്കുന്നത്. എപ്പോഴാണ്? രാജ്യസഭയും ലോക്സഭയും കൂടാത്ത സമയത്ത്, കൂടാതെ ഒരു അടിയന്തര സാഹചര്യം അവിടെ ഉണ്ടാവുകയും കൂടെ വേണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റിന് അവിടെ ഓർഡിനൻസ് ഇറക്കാമെന്നാണ് പറയുന്നത്. ഇനി അങ്ങനെ ഒരു ഓർഡിനൻസ് ഇറക്കിയാൽ അതിന്റെ ഒരു കാലാവധി എത്രയാണെന്ന് പറയുന്നുണ്ട്. ഷാൽ ബി ലേഡ് ബിഫോർ ദ ഹൗസ് ഓഫ് പാർലമെന്റ് ആൻഡ് ഷാൽ സീസ് ടു ഓപ്പറേറ്റ് അറ്റ് ദ എക്സ്പിറേഷൻ ഓഫ് 6 weeks ഫ്രം ദ റീ അസംബ്ലി ഓഫ് പാർലമെന്റ്. പാർലമെന്റ് വീണ്ടും കൂടി ഒരു 6 ആഴ്ചകൾക്കുള്ളിൽ ഈ ഒരു ഓർഡിനൻസ് അസാധുവായിട്ട് മാറും. അതുകൂടി നിങ്ങൾ ഓർക്കുക, 6 weeks എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ പ്രസിഡന്റ് ഇങ്ങനെ ഓർഡിനൻസ് ഇറക്കിയാലും അതിന്റെ ഒരു കാലാവധി പാർലമെന്റ് റീ അസംബിൾ ചെയ്ത് ഒരു 6 ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് അസാധുവായിട്ട് മാറും. വീണ്ടും പാർലമെന്റ് വേണമെങ്കിൽ അതിന് മുകളിൽ വേറെ നിയമങ്ങൾ അവർ വീണ്ടും കയറി കഴിയുമ്പോൾ ഉണ്ടാക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത 30ാമത്തെ ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ഷൻ കമ്മീഷൻ ഹോൾഡ്സ് ഇലക്ഷൻ ഫോർ. ഇലക്ഷൻ കമ്മീഷൻ ഏതൊക്കെ മേഖലകളിലാണ് ഇലക്ഷൻ നടത്തുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ദ പാർലമെന്റ്, ദ ലെജിസ്ലേച്ചർ ആൻഡ് ദി പോസ്റ്റ് ഓഫ് ദി പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഓപ്ഷൻ ബി ദ പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് കൗൺസിൽസ്. ഓപ്ഷൻ സി ദ പാർലമെന്റ്. ഓപ്ഷൻ ഡി ദ പാർലമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അപ്പൊ ഇവിടെ ഏതാണ് ശരിയായിട്ടുള്ളത് ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. അതുപോലെ തന്നെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഒക്കെ തെരഞ്ഞെടുക്കുന്ന നടപടികൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പൊ അത് ഓർക്ക് ഓപ്ഷൻ എ. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്ന ആ ഭാഗത്തു നിന്ന്, അതായത് ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിൾ ക്ലിയർ ആയിട്ട് തന്നെ റീഡ് ചെയ്യണം. ആ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ, ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറെ 2 ചോദ്യങ്ങൾ ഇലക്ഷന്റെ ഭാഗത്തു നിന്നാണ്, ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ വായിച്ചു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. അപ്പൊ വരുന്ന വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ബോധിപ്പിക്കുക. അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള അഡ്വൈസ്, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള കമന്റുകൾ, ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ബോധിപ്പിക്കേണ്ടതാണ്. അതുപോലെ ചാനലിന്റെ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ